നമസ്കാരം. പാകിസ്ഥാന് 8ന്റെ പണി കൊടുക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാനെ സത്യം പറഞ്ഞാൽ കണ്ടം വഴി ഓടിക്കുകയാണ്. നയതന്ത്ര ലോകത്ത് ചിലപ്പോൾ അറിയാതെ സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് വലിയ തമാശകളായി വഴിമാറാറുണ്ട്. അത്തരത്തിലൊരു 8ന്റെ പണിയാണ് ഇപ്പോൾ പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത്. അയൽ രാജ്യമായിട്ടുള്ള ഭൂട്ടാന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അവിടുത്തെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ലിങ്ഷി ഡിസോങ്, വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ്. കോട്ടയുടെ ആ ലിങ്ഷി ഡിസോങ് എന്ന് പറയപ്പെടുന്ന കോട്ടയുടെ നവീകരണത്തെ അതിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഭൂട്ടാന്റെ ഈ നേട്ടത്തെ അഭിനന്ദിച്ച പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് പക്ഷേ ഒരു ചെറിയ കാര്യം അവിടെ മറന്നുപോയി, അല്ലെങ്കിൽ അറിഞ്ഞ ഭാവം നടിച്ചില്ല എന്ന് പറയാം. അതായത് ഈ ബൃഹത്തായ പദ്ധതിക്ക് പിന്നിലെ പണവും ബുദ്ധിയും ആരുടേതായിരുന്നു എന്ന് പാകിസ്ഥാൻ നടിച്ചില്ല, കണ്ടില്ല, അറിഞ്ഞില്ല. അത് ഇന്ത്യയുടേതായിരുന്നു എന്ന പരമമായ സത്യമാണ് പാകിസ്ഥാന്റെ അഭിനന്ദന ട്വീറ്റിൽ നിന്ന് വഴുതിപ്പോയതെന്ന്. ഭൂട്ടാൻ രാജ്യത്തിന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ഇങ്ങനെ വലിയ ചർച്ചയാകുന്നത്. ലിങ്ഷി ഡിസോങ്ങിന്റെ പുനരുദ്ധാരണത്തെ പാകിസ്ഥാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഭൂട്ടാൻ രാജ്യത്തിന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അവിടുത്തെ ജനങ്ങൾക്കും സർക്കാരിനും ഞങ്ങളുടെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. ഇതായിരുന്നു പാകിസ്ഥാന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഭൂട്ടാന്റെ പൈതൃകമൊക്കെ സംരക്ഷിക്കപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിച്ച പാകിസ്ഥാൻ ഈ പദ്ധതിയുടെ യഥാർത്ഥ ശില്പികൾ ആരാണ് എന്ന് അന്വേഷിക്കാൻ മറന്നുപോയി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ഭൂട്ടാന് നൽകിയ സാമ്പത്തിക സഹായമാണ് ഈ കോട്ടയെ ഇത്ര മനോഹരമാക്കിയത് എന്ന് പാകിസ്ഥാൻ അറിഞ്ഞില്ല എന്നത് വലിയ നയതന്ത്ര നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഭൂട്ടാന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിന് ഇന്ത്യ വഹിക്കുന്ന പങ്ക് എന്ന് പറയപ്പെടുന്നത് നിസ്സാരമല്ല കേട്ടോ. ലിങ്ഷി സോങ് എന്ന് പറയപ്പെടുന്ന പദ്ധതി അതിനൊരു ഉദാഹരണം മാത്രമാണ്. ഭൂട്ടാന്റെ 12ാം പഞ്ചവത്സര പദ്ധതിക്കായിട്ട് ഇന്ത്യ വകയിരുത്തിയ $400 മില്യൺ ബജറ്റിൽ നിന്നാണ് ഈ നവീകരണത്തിലുള്ള തുക കണ്ടെത്തിയത് എന്നുള്ളതാണ്. 2018 ആരംഭിച്ച ഈ നവീകരണ പ്രവർത്തനങ്ങൾ ഏകദേശം 7 വർഷം എടുത്താണ് ഇപ്പോൾ പൂർത്തിയാക്കിയത്. ഭൂട്ടാന്റെ സാംസ്കാരികവും അടിസ്ഥാന സൗകര്യപരവുമായിട്ടുള്ള വികസനത്തിന് ഇന്ത്യ നൽകുന്ന നിരന്തരമായിട്ടുള്ള പിന്തുണയുടെ ഫലമാണ് ഇന്ന് പാകിസ്ഥാൻ കണ്ട് അത്ഭുതപ്പെടുന്ന ഈ കോട്ട എന്ന് മനസ്സിലാക്കുക. ഭൂട്ടാന്റെ പ്രതിരോധ ശേഷിയുടെ പ്രതീകമായിട്ടുള്ള 1600കളുടെ അവസാനത്തിലാണ് ലിങ്ഷി ഡിസോങ് നിർമ്മിക്കപ്പെട്ടത്. ടിബറ്റൻ അധിനിവേശങ്ങൾക്കെതിരായിട്ടുള്ള വിജയത്തിന്റെ സ്മരണയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ നവീകരണത്തിന് പിന്നിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 4150 മീറ്റർ അടി ഉയരത്തിൽ അതിശൈത്യത്തെയും ദുഷ്കരമായിട്ടുള്ള ഭൂപ്രദേശങ്ങളെയും അതിജീവിച്ചാണ് ഈ കോട്ട പുതുക്കിപ്പണിതത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് ഓപ്പൺ എയർ തടവുകാരുടെ സേവനമാണ് പ്രയോജനപ്പെടുത്തിയത്. ഇത്തരം കഠിനമായിട്ടുള്ള വെല്ലുവിളികൾ അതിജീവിച്ച് ഇന്ത്യയുടെ സഹായത്തോടെ ഭൂട്ടാൻ പൂർത്തിയാക്കിയ പദ്ധതിയെയാണ് സ്പോൺസറെ പോലും തിരിച്ചറിയാതെ പാകിസ്ഥാൻ അഭിനന്ദനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ നയതന്ത്ര പിഴവ് പാകിസ്ഥാൻ വലിയ തോതിൽ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു അന്താരാഷ്ട്ര പദ്ധതിയെ പ്രശംസിക്കുമ്പോൾ അതിന് പിന്നിലെ സാമ്പത്തിക ഉറവിടം ആരെ എന്ന് പോലും പരിശോധിക്കാതെ അഭിനന്ദനവുമായിട്ട് ഇറങ്ങിയത് പാക് വിദേശകാര്യ വകുപ്പിന്റെ ഗൗരവമില്ലായ്മയാണ് കാട്ടുന്നത്. ഇന്ത്യ നിർമ്മിച്ചു നൽകുന്നതും ഇന്ത്യ പണം മുടക്കുന്നതുമായിട്ടുള്ള പദ്ധതികളെ ഇന്ത്യയുടെ പേര് പറയാതെ പ്രശംസിക്കുവാൻ പാകിസ്ഥാൻ കാണിച്ച ആവേശം അതിപ്പോൾ അവർക്ക് തന്നെ വിനയായിരിക്കുന്നു എന്നുള്ളതാണ്. ഭൂട്ടാന്റെ സാംസ്കാരിക അഭിമാനമായ ലിങ്ഷി സോങ് ഇന്ന് തിളങ്ങി നിൽക്കുന്നത് ഇന്ത്യയുടെ ഉറച്ച പിന്തുണ കൊണ്ടാണ്. ഈ വിരോധാഭാസം തിരിച്ചറിയാതെ പാകിസ്ഥാൻ നടത്തിയ പ്രശംസ എന്ന് പറയപ്പെടുന്നത് ഭൂട്ടാൻ ഇന്ത്യ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാനേ സഹായിച്ചിട്ടുള്ളൂ എന്ന് പറയട്ടെ. ഇന്ത്യയുടെ പണം കൊണ്ട് ഭൂട്ടാൻ പണിത കോട്ട കണ്ട് പാകിസ്ഥാൻ കൈയടിക്കുമ്പോൾ ആ കൈയടി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിനുള്ള അംഗീകാരമായി മാറുകയാണ്. അടുത്ത തവണ ഇതുപോലെ അഭിനന്ദനവുമായി ഇറങ്ങുന്നതിന് മുൻപ് ആര് പണം മുടക്കി എന്ന് അന്വേഷിക്കുന്നത് പാകിസ്ഥാന് നന്നായിരിക്കും എന്ന് പറയട്ടെ. ഇല്ലെങ്കിൽ ഇതുപോലുള്ള കോമഡികൾ ഇനിയും ആവർത്തിക്കും. ഇതുപോലുള്ള പ്രവർത്തികൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അത് പാകിസ്ഥാന് കിട്ടുന്ന 8ന്റെ പണിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ കണ്ടം വഴി ഓട്ടിക്കുന്ന സമീപനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്വീകരിക്കുന്നത്.